നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞ ശേഷവും നമ്മളെ മറ്റുള്ളവർ ഓർക്കണം. അതിനായി നമ്മൾ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം എന്തെങ്കിലും നന്മകൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുകയും സഹജീവികളോട് സ്നേഹവും മനുഷ്യത്വപരമായ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും വേണം. ഇനി നിങ്ങളുടെ പേരും പ്രശസ്തിയും വർദ്ധിക്കണം. അതല്ലെങ്കിൽ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകണം, പുരോഗതി ഉണ്ടാകണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ സക്സസ് ആകും എന്നൊരു വിശ്വാസം നിങ്ങളിലുണ്ടെങ്കിൽ, ഇന്നു മുതൽ പൈങ്കുനി ഉത്രം വരെ, അതായത് ഏപ്രിൽ 4-ാം തീയതി വെള്ളിയാഴ്ച മുതൽ ഏപ്രിൽ 11-ാം തീയതി പൈങ്കുനി ഉത്രത്തിൻ്റെ അന്നുവരെ മുരുക ഭഗവാനെ ഇനി പറയുന്ന രീതിയിൽ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ ജീവിതം എല്ലാ അർത്ഥത്തിലും സക്സസ് ആകുന്നതാണ്. ഇനി വലിയ പേരോ അല്ലെങ്കിൽ പ്രശസ്തിയോ പണമോ അങ്ങനെയൊന്നും ആവശ്യമില്ലാത്തവർ, അവർക്ക് ചിലപ്പോൾ ജീവിതത്തിൽ സന്തോഷം അല്ലെങ്കിൽ സമാധാനമായിരിക്കും ആവശ്യമുള്ളത്. അങ്ങനെയുള്ളവർക്കും ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ പേര്, പ്രശസ്തി, അന്തസ്സ്, പദവി, ഉയർച്ച, പണം, വിദ്യാഭ്യാസം, വിവാഹം, സന്താന ഭാഗ്യം ഇവയെല്ലാം തന്നെ നൽകുവാൻ കഴിവുള്ള ഭഗവാനാണ് സാക്ഷാൽ മുരുക ഭഗവാൻ. അതുകൊണ്ട് തന്നെ വളരെ ലളിതമായി ചെയ്യാൻ സാധിക്കുന്ന ഈ ഒരു പരിഹാരം ഇന്നു മുതൽ ആരംഭിച്ചു നോക്കൂ. ഭഗവാനോട് നിങ്ങൾ എന്താണോ ആഗ്രഹം പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തു പ്രാർത്ഥനയാണോ ഉള്ളത്, അത് ഉറപ്പായും നടക്കുന്നതാണ്. ഇന്ന് ഏപ്രിൽ 4-ാം തീയതി വെള്ളിയാഴ്ച. അടുത്ത വെള്ളിയാഴ്ച, അതായത് ഏപ്രിൽ 11-ാം തീയതിയാണ് പൈങ്കുനി ഉത്രം വരുന്നത്. ഈ ഒരു പരിഹാരം ചെയ്യുവാൻ നിങ്ങൾ ആരംഭിക്കുന്ന ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച അല്ലെങ്കിൽ വിജയം നിങ്ങൾക്കുണ്ടാകുന്ന ദിവസമായി നിങ്ങളുടെ തലയിലെഴുത്ത് തന്നെ ഉറപ്പായും മാറ്റി എഴുതപ്പെടുന്നതാണ്. നിങ്ങളുടെ തലയിലെഴുത്ത് തന്നെ മാറാൻ പോകുന്ന അതിശക്തിയാർന്ന ഈ ഒരു പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആദ്യം തന്നെ ഈ ഒരു പരിഹാരം ആർക്കെല്ലാം അല്ലെങ്കിൽ എന്തിനെല്ലാം വേണ്ടി ചെയ്യാം എന്ന് നോക്കാം. ഒരുപാട് കാലമായുള്ള രോഗങ്ങൾ മാറി നല്ല ആരോഗ്യം വർദ്ധിക്കുവാൻ, ശത്രുദോഷം അല്ലെങ്കിൽ ശത്രുശല്യം ഇല്ലാതാകുവാൻ, നെഗറ്റീവ് എനർജി, കൺദൃഷ്ടി, ദുഷ്ടശക്തികളുടെ നോട്ടം ഇതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാകുവാൻ, പെട്ടെന്ന് വരുന്ന ആപത്തുകൾ, വിപത്തുകൾ ഇല്ലാതാകുവാൻ, ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം പൂർണ്ണ വിജയമുണ്ടാകുവാൻ, നീണ്ട നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറുവാൻ, സ്വന്തമായി ഭൂമിക്കും അല്ലെങ്കിൽ വീടിനുമുള്ള യോഗം വന്നു ചേരുവാൻ, ഭാര്യയും ഭർത്താവിനുമിടയിൽ പരസ്പര സ്നേഹവും ഒത്തൊരുമയും വർദ്ധിക്കുവാൻ, കുടുംബത്തിൽ സന്തോഷമുണ്ടാകുവാൻ, കുടുംബത്തിലുണ്ടാകുന്ന അനാവശ്യ പ്രശ്നങ്ങളും കലഹങ്ങളും ഇല്ലാതാകുവാൻ, സന്താന ഭാഗ്യമുണ്ടാകുവാൻ, വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ, ഇനി ഒരുപാട് നാളായി പരിശ്രമിച്ചിട്ടും ജോലി ലഭിക്കാത്തവർക്ക് സ്ഥിരമായി ഒരു ജോലി ലഭിക്കുവാൻ, തൊഴിലിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകുവാനും ലാഭം വർദ്ധിക്കുവാനും, ഇങ്ങനെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിനായി ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു പരിഹാരത്തിന് ഒരു ചെറിയ നോട്ട്ബുക്കാണ് ആവശ്യമുള്ളത്. എഴുതാത്ത പുതിയ നോട്ട്ബുക്ക് എടുക്കുക. ഇനി ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ എഴുതാത്ത ബുക്കുണ്ടെങ്കിൽ അതിൽ ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. മുരുക ഭഗവാനെ നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിച്ച് ഏത് ആഗ്രഹമാണോ നിങ്ങൾക്ക് സാധിക്കാനുള്ളത്, അല്ലെങ്കിൽ എന്തു പ്രാർത്ഥനയാണ് ഭഗവാനോട് നിങ്ങൾക്ക് പറയാനുള്ളത്, അതിനുവേണ്ടി നന്നായി പ്രാർത്ഥിച്ചതിന് ശേഷം വേണം ഈ ഒരു പരിഹാരം ചെയ്യേണ്ടത്. മുരുക ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ ഒരു ദീപം തെളിയിച്ച് പ്രാർത്ഥനയോടുകൂടി ഇത് ചെയ്യുവാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അതിന് സാധിക്കാത്തവർക്ക് ആദ്യത്തെ ഒരു ദിവസം മാത്രം നിങ്ങളുടെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി ഭഗവാനോട് അനുവാദം വാങ്ങി, ഞാൻ ചെയ്യുന്ന ഈ ഒരു പരിഹാരത്തിന് ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ള പൂർണ്ണഫലം ഭഗവാൻ എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി പൂജാമുറിയിൽ പോകുവാൻ സാധിക്കാത്തവർക്ക് നിങ്ങളുടെ ബെഡ്റൂമിലിരുന്നോ അല്ലെങ്കിൽ ഹാളിലിരുന്നോ അങ്ങനെ എവിടെ ഇരുന്നും ഇത് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ നോട്ട്ബുക്കിലെ ആദ്യത്തെ പേജിൽ മുകളിൽ ഓം ശരവണ ഭവ എന്ന മന്ത്രം എഴുതുക. അതിന് തൊട്ടു താഴെയായി വേലും മയിലും തുണ എന്നെഴുതാവുന്നതാണ്. പിന്നീട് ഷട്കോണ കോലം വരച്ച് ആ കോലത്തിനുള്ളിൽ ഓം ശരവണ ഭവ എന്ന മന്ത്രം കൂടി എഴുതുക. നോട്ട്ബുക്കിൽ ആദ്യത്തെ പേജിൽ ഇത്രയും എഴുതിയതിനു ശേഷം മറ്റൊരു പേജ് എടുത്ത് അതിൽ
നിങ്ങളുടെ ആഗ്രഹം എഴുതുക. ഇനി ആഗ്രഹം എത്ര തവണയാണ് എഴുതേണ്ടതെന്നാൽ 3, 6, 9 ഇത്രയുമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതേണ്ടത്. ഇത് കാണുമ്പോൾ ചിലർക്കെങ്കിലും തോന്നാം 369 പ്രാവശ്യമാണോ ആഗ്രഹം എഴുതേണ്ടതെന്ന്. അങ്ങനെയല്ല, രാവിലെ നിങ്ങളുടെ ആഗ്രഹം 3 തവണയാണ് എഴുതേണ്ടത്. ഇനി സന്ധ്യയ്ക്ക് നിങ്ങളുടെ ആഗ്രഹം 6 തവണ എഴുതുക. ഇനി രാത്രിയിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് നിങ്ങളുടെ ആഗ്രഹം 9 തവണയാണ് എഴുതേണ്ടത്. ഇങ്ങനെ 3, 6, 9 എന്നിങ്ങനെ നിങ്ങളുടെ ആഗ്രഹം ഒരു ദിവസത്തിൽ എഴുതുക. പൊതുവായി എല്ലാവർക്കും പണം സംബന്ധമായ പ്രശ്നങ്ങളാവും ഉണ്ടാവുക. ഇനി ചിലർക്ക് കടം വീട്ടാനായിരിക്കും പണത്തിൻ്റെ ആവശ്യം. നിങ്ങളുടെ മുഴുവൻ കടവും തീർക്കുവാൻ എത്ര എമൗണ്ട് ആണോ നിങ്ങൾക്ക് വേണ്ടത് ആ തുക വേണം എന്ന് എഴുതാവുന്നതാണ്. ഉദാഹരണത്തിന് ഞാനിവിടെ 10 ലക്ഷം വേണം എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി നിങ്ങളുടെ വീട്ടിലിരുന്ന് മാത്രമേ ഈ ഒരു പരിഹാരം ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത്, ഏത് സാഹചര്യത്തിലാണോ നിങ്ങളുള്ളത് അവിടെ ഇരുന്ന് ഇത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതിനുവേണ്ടി ഈ നോട്ട്ബുക്കും പേനയും നിങ്ങളുടെ കയ്യിൽ കരുതണം എന്നു മാത്രമേ ഉള്ളൂ. ഇനി ഈ ഒരു പരിഹാരം ആരംഭിക്കുന്ന ആദ്യത്തെ ദിവസം മാത്രം ഫസ്റ്റ് പേജിൽ ഓം ശരവണ ഭവ, അതുപോലെ തന്നെ വേലും മയിലും തുണ, പിന്നെ ഷഡ്കോണ കോലം ഇത് വരച്ചാൽ മതിയാകും. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും നിങ്ങളുടെ ആഗ്രഹം 3, 6, 9 എന്നിങ്ങനെ എഴുതിയാൽ മതിയാകും. മുരുക ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് നിങ്ങളുടെ ന്യായമായ ഏതൊരാഗ്രഹത്തിന് വേണ്ടിയും ഈ പരിഹാരം ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങളുടെ ന്യായമായ ഒരേ ഒരു ആഗ്രഹം മാത്രമായിരിക്കണം പൈങ്കുനി ഉത്രം വരെയും എഴുതേണ്ടത്. ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുവാൻ പാടില്ല. ഇനി നിങ്ങളുടെ ആഗ്രഹം അതേതാണെങ്കിലും ശരി, ഒരു വരിയിൽ വരുന്ന രീതിയിലായിരിക്കണം എഴുതേണ്ടത്. നോട്ട്ബുക്കിൽ നിങ്ങളുടെ ഏത് ആഗ്രഹമാണോ നിങ്ങൾ എഴുതുന്നത് അത് തീർച്ചയായും പൈങ്കുനി ഉത്രത്തിനു മുൻപ് തന്നെ നടക്കുന്നതാണ്. ഇനി ഈ ഒരു പരിഹാരം ചെയ്യുമ്പോൾ ഭഗവാനോടുള്ള ഭക്തിയോടും പൂർണ്ണ വിശ്വാസത്തോടും കൂടി വേണം ചെയ്യുവാൻ. എങ്കിൽ മാത്രമേ അതിന് പോസിറ്റീവായ ഫലവും ഉണ്ടാവുകയുള്ളൂ. യാതൊരു വിശ്വാസവും ഇല്ലാതെ ഈ ഒരു പരിഹാരം ചെയ്താൽ ഒരു കാരണവശാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം ഒരിക്കലും നിങ്ങൾക്ക് ലഭിക്കില്ല. അതുകൊണ്ട് ഭഗവാനിൽ വിശ്വസിച്ച് ആ പാദങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ഒരു പരിഹാരം ചെയ്തോളൂ. പൈങ്കുനി ഉത്രം വെള്ളിയാഴ്ച വന്നാൽ അത് അതിവിശേഷമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതിലും ഇരട്ടി ഫലമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി പീരിയഡ്സ് ആയിരുന്നാൽ ഇത് ചെയ്യുവാൻ സാധിക്കുമോ എന്ന് പലർക്കും സംശയമുണ്ടാകാം. നോട്ട്ബുക്കിൽ ആദ്യം എഴുതേണ്ട ആ ഒരു പേജ്, അതായത് ഓം ശരവണ ഭവ, വേലും മയിലും തുണ, പിന്നീട് ഷഡ്കോണ കോലം വരയ്ക്കുന്നത്, ഇത്രയും പീരിയഡ്സ് ആയിരിക്കുന്നവർ എഴുതണ്ട. അതിനു പകരം നിങ്ങളുടെ വീട്ടിലുള്ള മറ്റാരെക്കൊണ്ടെങ്കിലും എഴുതിക്കാവുന്നതാണ്. അതിനുശേഷം പീരിയഡ്സ് ആയിരുന്നാലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഈ പറഞ്ഞ രീതിയിൽ ഒരു പോയിന്റ് പോലും മിസ് ചെയ്യാതെ ഈ പരിഹാരം ചെയ്യൂ. ഉറപ്പായും ഭഗവാന്റെ വേൽ നിങ്ങൾക്ക് തുണയാകുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.